യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ലൗകികമായ കഷ്ടപ്പാടുകളും ബന്ധനങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ. ഇന്നത്തെ ലോകത്ത് പലരുടെയും വീഴ്ചയ്ക്ക് കാരണം സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹവും അത് നേടാൻ ഉപയോഗിക്കുന്ന തെറ്റായ മാർഗങ്ങളുമാണ്. ഈ ലോകത്തിന്റെ മൂല്യങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധമാണ് കർത്താവിന്റെ പ്രബോധനങ്ങൾ. തിന്മയെ അതിജീവിച്ച് ലോകത്തിന് നടുവിൽ ജീവിച്ച് ലോകത്തെ വിശുദ്ധീകരിക്കുവാനുള്ള വിളിയാണ് ക്രൈസ്തവ ദൈവവിളി. അതെങ്ങനെ സ്വായത്തമാക്കണമെന്ന് ഇന്നത്തെ ഷെമാ ഇസ്രായേലിലൂടെ നമുക്ക് ശ്രവിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതസാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ലില്ലി, ശ്രീകണ്ഠമംഗലത്തു നിന്ന് വരുന്നു. ഞാനിവിടെ ഇന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഇളയ മോൾക്ക് PG അഡ്മിഷന് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അത് അലോട്ട്മെൻറ്റ് വന്നപ്പോഴത്തേക്കും അവളുടെ സീറ്റ് ക്യാൻസലായിപ്പോയി, ആദ്യത്തെ അഡ്മിഷൻ. അതുകൊണ്ട് പിന്നീട് ലാസ്റ്റ് ഫൈനൽ അലോട്ട്മെൻറ്റിൽ അത് കിട്ടാനായിട്ട് ഞാൻ നേർന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ലാസ്റ്റ് ഒറ്റ സീറ്റേ മിച്ചമുണ്ടായിരുന്നുള്ളൂ, അത് അവൾക്ക് ലഭിക്കുകയും ചെയ്തു. ഈശോയിലേറ്റ സ്നേഹം നിറഞ്ഞ ഷെമാ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനം കേൾക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കേൾക്കാൻ മാത്രം പോരാ, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ പതിക്കണം. മാനസാന്തരം, മാറ്റം നമ്മുടെ ഹൃദയത്തിൽ വരുത്തണം. മാനസാന്തരം വരുത്താൻ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവം സംസാരിക്കുന്ന വചനം കേട്ട് മാറ്റം വരുത്തുന്ന വ്യക്തികളുടെ ജീവിതത്തെയാണ് ദൈവം അനുഗ്രഹിക്കുക. മോശയെ നമ്മൾ കാണുന്നുണ്ട്. മോശ ദൈവത്തിൻ്റെ സന്ദേശം കടന്നു വരുമ്പോൾ ആദ്യം അതോട് പ്രതികരിക്കുക ചെയ്യുന്നത്, ഞാൻ വിക്കനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്. എന്നാൽ പിന്നീട് അത് സ്വീകരിക്കുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. ഒരു ജനത്തെ മുഴുവൻ വിമോചിപ്പിക്കുവാനുള്ള ശക്തി വിക്കനായ മോശയ്ക്ക്, കഴിവ് കുറഞ്ഞ മോശയ്ക്ക് ലഭിക്കുന്ന കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, യേശുവിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പരിശുദ്ധ അമ്മ, ഇതേ വചനം തന്നെ പ്രതികരിക്കാതെ അതിനോട് സന്തോഷത്തോടെ യെസ് പറഞ്ഞപ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ ആ വചനവും നിറവേറുന്നത് ആ വ്യക്തിയിലൂടെ ലോകത്തിനുണ്ടാകുന്ന മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നും ദൈവവചനം ഇതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ കടന്നു വരുന്നുണ്ട്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, നമ്മൾ വചനം കേൾക്കുമ്പോൾ, നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ, നമ്മൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് നമ്മളെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരും. ഒരുപക്ഷെ ഏതെങ്കിലും ഒക്കെ വ്യക്തികളിലൂടെ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ വചനം, മാറ്റം വരുത്തുന്ന വചനം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിചിന്തനത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന വചനം 1 തിമോത്തിയോസ് 6-ാമത്തെ അധ്യായം 10-ാമത്തെ വചനമാണ്. നമ്മുടെ ഒരു വലിയ കാര്യത്തിൽ കർത്താവ് ഇടപെടുകയാണ്. ഒരു വലിയ ലോകത്ത് കാണുന്ന വലിയൊരു തിന്മ, നമ്മൾ ഒത്തിരിയേറെ തിന്മകൾ കാണുന്നുണ്ട്, ഒത്തിരി തിന്മകൾ ഒരുപാട്. ഈ ലോകത്ത് നോക്കുമ്പോഴേക്കും മനുഷ്യർ ചെയ്യുന്ന തിന്മകൾക്ക് കണക്കില്ല.
യുദ്ധങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധങ്ങൾ ആഗ്രഹിക്കുന്നവർ, എന്തിനു വേണ്ടിയാണ് യുദ്ധമെന്ന് പോലും ദൈവഭക്തർക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ യുദ്ധങ്ങൾക്ക് വേണ്ടി കോപ്പ് കൂട്ടുന്ന ഭരണാധികാരികളെയും യുദ്ധങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അയൽവക്ക തർക്കങ്ങൾ, കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, അയൽവക്കംകാരുമായിട്ട് സംസാരിക്കാതിരിക്കുന്നവർ, അയൽവക്കമായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യക്തികൾ, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, അതുപോലെ മരണം, ആത്മഹത്യകൾ, ഒരുപാട് തിന്മകൾ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ പിടിച്ചുപറികൾ, മോഷണം, അതുപോലെ തന്നെ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് തിന്മകൾ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റും, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും തിന്മകളൊക്കെ ഈ ലോകത്ത് പെരുകുന്നത്. പ്രിയപ്പെട്ട ഒരു ദൈവവചനം എന്താണ് പറയുന്നത്? നമുക്ക് തിന്മയ്ക്ക് കാരണം എന്താണ്? അടിസ്ഥാനപരമായിട്ട് എല്ലാ തിന്മകളുടെയും പിന്നിൽ, ഈ തിന്മകളൊക്കെ എല്ലാ തിന്മകളുടെയും പിന്നിലുള്ള എന്താണ് അതിനുള്ള കാരണമെന്ന് 1 തിമോത്തിയോസ് 6-ാം അധ്യായം 10-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ദൈവവചനമായതുകൊണ്ട് മാറ്റമില്ലാത്ത വചനമാണ്. ദൈവവചനമായതുകൊണ്ട് അത് സത്യമാണ്. ദൈവവചനമായതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് നമുക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. ദൈവം പറയുകയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ഒന്ന് ആലോചിച്ചാൽ, യുദ്ധങ്ങൾക്ക് വേണ്ടി കോപ്പ് കൂട്ടുന്നവരും, മോഷണം നടത്തുന്നവരും, വ്യഭിചാരം നടത്തുന്നവരും, മോശമായ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുകയും കാണുകയും ചെയ്യുന്നവരും, അതുപോലെ തന്നെ അയൽവക്ക തർക്കങ്ങളും, ഇടവകകൾ തമ്മിലുള്ള തർക്കങ്ങളും, സഭകൾ തമ്മിലുള്ള തർക്കങ്ങളും ഒക്കെ പലപ്പോഴും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ധനമോഹമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്യമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ഒരു കാര്യത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണം. കാരണം ധനമോഹം വലിയ തിന്മയാണ്. ദൈവത്തെ സ്വീകരിക്കുന്നതിന് പകരം ദൈവത്തെ ഉപേക്ഷിക്കുവാനും ദൈവത്തെ തള്ളിപ്പറയാനും ഒക്കെ ഇടയാക്കുന്ന ഒരു കാര്യമാണ് ധനമോഹം. സമ്പത്ത് വർദ്ധിക്കുന്നിടത്ത് ദൈവവിശ്വാസവും ദൈവത്തോടുള്ള സ്നേഹവും ദൈവഭക്തിയും കുറയുന്നത് കാണാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും, സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിൽ ഒരുപാട് നിയമങ്ങൾ. പ്രിയപ്പെട്ടവർ, നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ഉള്ളതിനേക്കാൾ 4 ഇരട്ടി 5 ഇരട്ടി നിയമങ്ങൾ വ്യക്തി സംരക്ഷണത്തിന് വേണ്ടി ഉള്ള രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും. സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നു. അത്രമാത്രം വ്യക്തി നിയമങ്ങൾ, ഒരുപാട് രാഷ്ട്ര നിയമങ്ങളൊക്കെ ഉണ്ട്. ഈ നിയമങ്ങളൊക്കെ ആവശ്യമായി വരുന്നത് പ്രിയപ്പെട്ടവർ ഈ സാമ്പത്തികമായിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഭൗതികമായ കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിയമങ്ങളുടെ എണ്ണം കൂട്ടേണ്ടി വരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നിട്ടും അവിടെ നിലനിൽക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ നടുവിലാണ് ജീവിക്കുക. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ധനമോഹം ആണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. വീണ്ടും അതിനെ പഠിപ്പിക്കുന്നു, ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയാക്കിയിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. ധനമോഹങ്ങളിലൂടെ ഒട്ടേറെ പേർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ഇടയായിട്ടുണ്ട്. ധനമോഹം കൊണ്ട് ഒരുപാട് പേര് വിശ്വാസം വ്യതിചലിച്ചു പോയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ മനോഹരമായ ഒരു ഉദാഹരണം ഈശോ തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ധനവാനായ ചെറുപ്പക്കാരൻ ഈശോയുടെ അടുത്തേക്ക് വന്നിട്ട് ഈശോയോട് പറയുകയാണ്, കർത്താവേ, നിത്യജീവൻ പ്രാപിക്കുവാൻ, അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ഈശോ ചോദിക്കുകയാണ്, ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ നീ പ്രമാണങ്ങൾ അനുസരിക്കുക. പ്രമാണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഈശോ തന്നെ ഉത്തരം പറയുന്നുണ്ട്. പ്രമാണങ്ങൾ ഏതൊക്കെയാണ്? അവൻ അനുസരിച്ചിരിക്കുന്ന പ്രമാണങ്ങളെല്ലാം എണ്ണി ഈശോ പറയുന്നുണ്ട്. എന്നാൽ അതിനകത്ത് 1, 2, 3 പ്രമാണങ്ങളില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് ആ വചനം വായിക്കുമ്പോൾ മനസ്സിലാകും. 1, 2, 3 പ്രമാണങ്ങൾ ഒഴിവാക്കിയാണ് ഈശോ പറയുന്നത്. ഈ പ്രമാണങ്ങളൊക്കെ അവൻ അനുസരിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാനിതൊക്കെ അനുസരിച്ചിട്ടുണ്ട്, ഈ അങ്ങ് പറഞ്ഞ പ്രമാണങ്ങളൊക്കെ അനുസരിച്ചിട്ടുണ്ട്. എന്നിട്ടോ നിനക്ക് നീ ഒരു കുറവുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ വന്ന് അനുഗമിക്കുക. അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടായിരിക്കും, നീ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നു, അവൻ സങ്കടത്തോടെ തിരികെ പോയി. കാരണം അവന് ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർ, ഈശോയുടെ അടുത്തേക്ക്, വിശ്വാസത്തിന് അടുത്തേക്ക്, കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് സങ്കടത്തോടെ തിരിച്ചു പോകുന്ന വളരെ ചുരുക്കം ആളുകളിൽ, എണ്ണിയെടുക്കാൻ പറ്റുന്ന ആളുകളിൽ ഒരാളാണ് ഈ ചെറുപ്പക്കാരൻ. കാരണം അവന് സമ്പത്തിനെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് പേരുടെ മരണസമയത്തെക്കുറിച്ച് കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട്. ഈ മരണത്തിന് തൊട്ട് മുമ്പിലുള്ള സമയത്ത് പോലും മരണത്തെ സ്വീകരിക്കാൻ പറ്റാതെ, മരിച്ചു പോകാൻ ഇഷ്ടമില്ലാതെ സമ്പത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും സമ്പത്തിൻ്റെ പിന്നാലെ നടക്കുകയും പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ആളുകളെ
ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് മരിക്കാൻ പോലും പറ്റില്ല, സ്വസ്ഥമായിട്ടൊന്ന് മരിക്കാൻ ഈ സമ്പത്തിനെ ഉപേക്ഷിച്ചിട്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ അവരുടെ മരണവുമൊക്കെ വളരെ ഭയാനകമായ മരണം. പ്രിയപ്പെട്ട, സാമ്പത്തികമായിട്ട് സമ്പത്തുള്ളവർ എല്ലാവരും തകർച്ചയിലേക്ക് പോകുമെന്നല്ല അച്ഛൻ പറഞ്ഞു വരുന്നത്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന, മരണം പോലും വളരെയേറെ അസ്വസ്ഥതയോടെ കടന്നു പോകുന്ന മക്കൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്നു, എല്ലാം വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ഇട വന്നിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ ഈശോയുടെ അടുത്ത് വന്നിട്ട് സങ്കടത്തോടെ തിരികെ പോയി. അവൻ പുറകോട്ടാണ് നടക്കുന്നത്. ഈശോയുടെ അടുത്ത് വരെ വന്നെത്തിയിട്ട്, ദൈവസന്നിധിയിലെത്തിയിട്ട് അവൻ തിരികെ നടക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, അവന് സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നു. അത് വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ല, ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ദൈവത്തെ പ്രതി സമ്പത്ത് ഉപേക്ഷിക്കാൻ, ദൈവത്തെ പ്രതി ദൈവത്തിൻ്റെ ദാനമായ പലതിനെയും ഉപേക്ഷിക്കാൻ തയ്യാറല്ലാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ സങ്കടം ഉണ്ടാകും. ആ ചെറുപ്പക്കാരനെ കുറിച്ച് പിന്നീട് ബൈബിൾ ഒരിക്കലും പറയുന്നില്ല. എന്നാൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. അബ്രാഹാം എന്ന് പറയുന്ന വിശ്വാസികളുടെ പിതാവ്, അബ്രാഹത്തോട് ദൈവം പറയുന്നു, ദൈവത്തെ ആദ്യമായി കണ്ടുമുട്ടിയ വ്യക്തി, ഏകദൈവത്തെ കണ്ടെത്തിയ വ്യക്തി അബ്രാഹത്തോട് ദൈവം പറയുന്നു, നീ നിൻ്റെ മാതാപിതാക്കളെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ ദേശത്തെയും വിട്ട് നീ പോരുക. അങ്ങനെ ദേശത്തെയും വിട്ട് പോരാൻ പറയുമ്പോൾ അബ്രാഹാം അതെല്ലാം വിട്ടുപേക്ഷിച്ച് പോരുന്നുണ്ട്. അങ്ങനെ വിട്ടുപേക്ഷിച്ച് പോരുന്ന അബ്രാഹത്തെ ദൈവം ഉയർത്തുന്നത് കാണാൻ പറ്റും. അബ്രാഹത്തിൻ്റെ സന്തതികൾ ഒരു കുഞ്ഞു പോലും ഇല്ലാതെ, അതായത് വന്ധ്യയായ സാറയും കുഞ്ഞുങ്ങളില്ലാത്ത അബ്രാഹവും, പ്രിയപ്പെട്ടവരെ, 100-90 വയസ്സുകളിൽ ജീവിക്കുമ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അവർ വിശ്വസിച്ചു. നിങ്ങളുടെ തലമുറകൾ ഭൂമിയിലെ മണൽത്തരികൾ പോലെ പെരുകും, നിങ്ങളുടെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകും എന്ന് അബ്രാഹത്തോട് പറയുമ്പോൾ അബ്രാഹം വിശ്വസിച്ചത് ഏറ്റെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് സത്യമാണ്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, അബ്രാഹത്തിൻ്റെ മക്കൾ, ഈ ലോകത്തിലുള്ള കോടിക്കണക്കിന് ആളുകൾ അബ്രാഹത്തിൽ നിന്നിൻ്റെ സന്തതികളായിട്ട് ജനിച്ച മക്കളായിട്ട് നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസത്തിലും അല്ലാതെയും ഒക്കെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം ഉപേക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ വാക്ക്, നീ ഉപേക്ഷിക്കേണ്ടത് എന്തിനൊക്കെ, ഈ ലോകത്തിലുള്ള സമ്പത്തിനെ ഉപേക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവർ സന്തോഷത്തോടെ പോകും. ഇന്നും നമ്മൾ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും ഒക്കെ ചെല്ലാറുണ്ട്, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ അബ്രാഹാം ഇന്നും അറിയപ്പെടുന്നതിന് കാരണം അവൻ ഉപേക്ഷിക്കാൻ തയ്യാറായതാണ്. അതുകൊണ്ട് പലർക്കും ഒന്നുകിൽ നീ സമ്പത്ത് ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നീ വിശ്വാസം ഉപേക്ഷിക്കേണ്ടി വരും. സമ്പത്ത് ഉപേക്ഷിക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് ദൈവത്തെ ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ കാരണമായത് സമ്പത്താണ്, ധനത്തോടുള്ള ആസക്തിയാണ്, ധനാസക്തിയാണ്, തിന്മകൾ, ധനമോഹമാണ്, വിശ്വാസം. കാരണം സമ്പത്തിന് പിന്നാലെ പോകുന്ന വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. കാരണം സമ്പത്തുണ്ടാക്കാനുള്ള മാർഗങ്ങൾ മുൻപ് നമ്മൾ കേട്ടിരിക്കുന്നത് പോലെ പല തിന്മയുടെ മാർഗങ്ങളും സ്വീകരിക്കേണ്ടി വരും. തിന്മയുടെ മാർഗങ്ങൾ, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അതിന് ഒരുപാട് നന്മ പ്രവൃത്തികൾ, ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പുണ്യപ്രവൃത്തികൾ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ കൊള്ളുന്ന വാക്കലത്, നീ മോശമായ രീതിയിൽ പണമുണ്ടാക്കിയിട്ട് പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ, കർത്താവിന് കൈക്കൂലി കൊടുത്താൻ മേടിക്കുന്ന വ്യക്തിയല്ല കർത്താവ്. അതുകൊണ്ട് നീ ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രധാനപ്പെട്ടത്, നീ എന്ന വ്യക്തി പ്രധാനപ്പെട്ടത്. നീ എങ്ങനെ സമ്പത്തുണ്ടാക്കി, ആ സമ്പത്ത് കൊണ്ട് നീ നന്മ ചെയ്തത് കൊണ്ട് നിനക്കെന്ത് പ്രയോജനം? നിനക്കൊരു പ്രയോജനം. ഒരുപക്ഷെ ആ ഒരു സമ്പത്തിൻ്റെ ഓഹരി സ്വീകരിക്കുന്ന വ്യക്തി അത് സ്വീകരിച്ച് നന്നായിട്ട് ജീവിക്കുന്നുണ്ടാവാം, പക്ഷേ നിനക്കതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലാതെ പോകും. നീ ഉണ്ടാക്കുന്ന സമ്പത്ത് മോശമായ രീതിയിലാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. അതുകൊണ്ട് ധനാസക്തി വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതിനെ, ദൈവത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കും. കാരണം നിനക്ക് പിന്നെ മൊറാലിറ്റി ഇല്ല, ധാർമ്മികതയില്ല. ധാർമ്മികമായ വഴികളിലൂടെ അല്ലാതെ ഉണ്ടാക്കുന്ന പണം നിന്നെ ധാർമ്മികതയിൽ നിന്ന് അകറ്റും. ധാർമ്മികതയിൽ നിന്നും അകറ്റപ്പെട്ട വ്യക്തി, അതായത് എന്ത് കൊള്ള ചെയ്തും പണം ഉണ്ടാക്കാം, ആരെയും വേണമെങ്കിലും പറ്റിച്ചിട്ട് പണം ഉണ്ടാക്കാം, എന്ത് രീതിയിലും പണം ഉണ്ടാക്കാം. അങ്ങനെ ധാർമ്മികത നഷ്ടപ്പെട്ടു പോയ വ്യക്തിക്ക് ദൈവമില്ല, വിശ്വാസമില്ല. ആ വ്യക്തിയുടെ വിശ്വാസവും ആ വ്യക്തിക്ക് ദൈവത്തെക്കുറിച്ചുള്ള ബോധവും ദൈവിക ചിന്തയും ഒക്കെ മാറിപ്പോകും. നമുക്ക് കാണാൻ സാധിക്കും, സാമ്പത്തികമായിട്ട് പലപ്പോഴും ഉന്നതിയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ ദേവാലയവുമായിട്ട് ബന്ധമില്ലാത്തത്, ദേവാലയവും ദൈവികമായ സംവിധാനങ്ങളും വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും ഒന്നും അവർക്ക് വേണ്ട. ഞങ്ങൾക്ക് അതിനേക്കാളൊക്കെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറയുകയും ചെയ്യുകയും ചെയ്യുന്നവരെ സാധിക്കും. പ്രിയപ്പെട്ടവരെ, സമ്പത്തിനുള്ളിലെ പിശാചിൻ്റെ സ്വാധീനം, തിന്മയുടെ സ്വാധീനം, മനുഷ്യനാവശ്യമായ സമ്പത്തിലൂടെ പിശാച് പ്രവർത്തിക്കും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം തിരിച്ചറിയണം, വിശ്വാസത്തിൽ നിന്നും അകൽച്ച ഉണ്ടാകാനായിട്ട് സമ്പത്ത്, ധനത്തിൻ്റെ ആസക്തി കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞ് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. ധനത്തോടുള്ള ആസക്തി, പ്രിയപ്പെട്ടവരെ, എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ടവരാണ്. നീ ലോകം മുഴുവൻ നേടിയാലും
ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന് കർത്താവ് ചോദിക്കുന്നു. അതുകൊണ്ട് ഈ ലോകം മുഴുവൻ നീ സമ്പത്ത് കൊടുത്ത് മേടിച്ചെടുത്താലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് കലഹങ്ങളും ഭിന്നതകളും ഒഴിവാക്കാം. സമ്പത്തിൻ്റെ പേരിൽ സമ്പത്ത് സ്വന്തമാക്കാൻ വേണ്ടി ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള തിന്മ പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തി തിരിച്ചു വരട്ടെ. രണ്ടാമത് കർത്താവ് പഠിപ്പിക്കുന്നു, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയാക്കിയിട്ടുണ്ട്. അതായത് ധനത്തോടുള്ള ആസക്തി ഒരു ഒട്ടേറെ വ്യഥകൾ തങ്ങളെ തന്നെ മുറിപ്പെടുത്താൻ ഇടയാക്കിയിട്ടുണ്ട്. സമ്പത്തിലുള്ള ആസക്തി മൂലം, അതായത് സാമ്പത്തികമായിട്ട് എങ്ങനെയും ധനം ഉണ്ടാകാൻ വേണ്ടി തങ്ങളെ തന്നെ മുറിപ്പെടുത്തുന്നവർ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവർ എന്ത് മാർഗം സ്വീകരിക്കാൻ തയ്യാറാണ്. എന്ത് മാർഗം? അപ്പനെ ഉപേക്ഷിക്കാം, അമ്മയെ ഉപേക്ഷിക്കാം. സാമ്പത്തികമായ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മക്കൾ വേണ്ട എന്ന് തീരുമാനമെടുക്കുന്നവരുണ്ട്. മക്കൾ വേണ്ട, സമ്പത്താണ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത്. എത്രയോ പേരെ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിരിക്കുന്നു. അവർ ജോലി കിട്ടാൻ വേണ്ടി മക്കൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്നവരുണ്ട്. ഒരു ജോലി കിട്ടിയിട്ട്, കുടുംബം ഉണ്ടായിട്ട്, വീട് പണിതിട്ട് മതി മക്കൾ, വിവാഹമെന്ന കൂദാശ സ്വീകരിച്ചിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ദൈവത്തിനെതിരെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവഹേളനമാണ് വിവാഹമെന്ന കൂദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരുമിച്ച് ജീവിക്കുക, മക്കളുണ്ടാവുക. നിങ്ങൾ ഒരു ശരീരമായി തീരും. ആ ഒരു ശരീരം ആയിത്തീരുന്നില്ല എങ്കിൽ അതിൻ്റെ പിന്നിൽ തിന്മയുണ്ട്, പിശാചിൻ്റെ പദ്ധതിയുണ്ട്. പലപ്പോഴും പല മക്കളും തെറ്റായ തീരുമാനമെടുക്കുന്ന ഒരു മേഖലയാണ്. എൻ്റെ പഠനം തീരട്ടെ, കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, വിവാഹം കഴിച്ചിട്ട് ഒരു ജോലി കിട്ടട്ടെ, നല്ലൊരു ജോലി കിട്ടട്ടെ, നല്ലൊരു വീട് പണിയട്ടെ, ഒരു ഫ്ലാറ്റ് മേടിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവികമായ കാര്യങ്ങളെ മാറ്റിവെക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ചയും അധപ്പതനുണ്ടാകും. കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും, ദൈവത്തിന് ആ വ്യക്തിയുമായുള്ള ബന്ധം നഷ്ടപ്പെടും. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്ന കാര്യം, അങ്ങനെ ധനാസക്തിയുള്ള വ്യക്തി ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയാക്കിയിട്ടുണ്ട്. തങ്ങളെ തന്നെ മുറിപ്പെടുത്താനായിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഓരോ വ്യക്തികളെയും അവരെ തന്നെയാണ് മുറിപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് മാറും, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് മാറും. അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്നു, 1 തിമോത്തിയോസ് 6-17 വചനം, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉത്ബോധിപ്പിക്കുക. അതായത് കർത്താവ് പറയുകയാണ്, സമ്പത്ത് ലോകത്തിൽ ലഭിച്ചിരിക്കുന്നവരുണ്ട്, എല്ലാവർക്കും ഒരേ അളവിലല്ല ലഭിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, സാമ്പത്തികമായിട്ട് തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിപ്പുണ്ട്. ഈ നിമിഷം നാളെ നടക്കാൻ പോകുന്ന ജപ്തി നടപടിയും, നാളെ നടക്കാൻ പോകുന്ന മകളുടെ വിവാഹത്തെക്കുറിച്ചും, നാളെ നടക്കാൻ പോകുന്ന ജീവിതത്തിലെ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിൽ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്ത വിധത്തിൽ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതേസമയം തന്നെ വലിയ നിക്ഷേപങ്ങൾ കരുതി വെച്ച് കാത്തിരിക്കുന്നവരും ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ടുപേരെയും ദൈവം ഒരുപോലെ ഒരേ കണ്ണോടുകൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധത്യം ഉപേക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ അഹങ്കാരം, നിങ്ങളായിരിക്കുന്ന ഔദ്ധത്യം, ഉന്നതമായ ആ ഒരു സ്ഥാനം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉദ്ബോധിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഉദ്ബോധിപ്പിക്കുന്നു, എവിടെയെങ്കിലും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നാളത്തെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത്, നാളെ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന, പണമില്ലാത്തതിൻ്റെ പേരിൽ ബാങ്കിൽ പലിശ അടയ്ക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്ന, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള വ്യക്തികളൊന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നീ നിൻ്റെ തീരുമാനത്തിൽ മാറ്റം വയ്ക്കുക. നിൻ്റെ സമ്പത്തിനെ ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉത്ബോധിപ്പിക്കുകയാണ് കർത്താവ് പറയുന്നത്. അവർ നന്മ ചെയ്യണം, സത്പ്രവർത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളുമായിരിക്കുകയും വേണം, മറ്റുള്ളവർ കൊടുക്കാൻ തയ്യാറാകുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ തീരുമാനമെടുത്താൽ നമുക്ക് ദൈവരാജ്യം ഈ ഭൂമിയിൽ വളർത്താൻ പറ്റും. ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ അതെന്തുമായിക്കോട്ടെ, പ്രസംഗിക്കാനുള്ള കഴിവ് കുറവുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുക, പാട്ടുപാടാനുള്ള കഴിവ് പാട്ടുപാടാൻ കഴിവില്ലാത്തവർക്ക് വേണ്ടി വിനിയോഗിക്കുക, സമ്പത്ത് നൽകിയിരിക്കുന്നത് സമ്പത്തില്ലാത്തവർക്ക് വേണ്ടി വിനിയോഗിക്കുക. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഇങ്ങനെ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയാണ്, ഇങ്ങനെ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. കുറവുള്ളവരെയൊക്കെ അവൻ തേടി നടന്നു. ആ കുറവുള്ളവർക്ക് തന്നാലാവുന്ന വിധം മരിക്കുന്നത് വരെ
അവൻ ഉണ്ടായിരുന്ന കഴിവുകൾ മുഴുവൻ നൽകി. ഈശോ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങളെങ്കിൽ അതുപോലെ തന്നെ ചെയ്യണം. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം ചെയ്യുക, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന കൽപ്പന ഹൃദയത്തിൽ ഏറ്റെടുക്കാം. അങ്ങനെ ജീവിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം ലോകത്തിലുള്ള എല്ലാ തിന്മകളുടെ അടിസ്ഥാനം ധനമോഹമാണെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ധനമോഹത്തെ നമുക്ക് ഉപേക്ഷിക്കാം, ദൈവത്തെ സ്നേഹിക്കാം, സഹോദരനെ സ്നേഹിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യകാരുണ്യമേ ദൈവമേ, ദൈവമേ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ കേട്ടു, ദൈവത്തിൻ്റെ വചനം കേട്ടു. ദൈവവചനം കേട്ടവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന വലിയ അനുഗ്രഹമാണ്. ദൈവം അവരെ കേൾക്കും. വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ, നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ കേൾക്കുന്നില്ല, കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്നെ ശ്രവിച്ചില്ല. ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ എന്നെ ശ്രവിച്ചാൽ, നിങ്ങളെ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളെയും ശ്രവിക്കും. ഇത് ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വചനം കേൾക്കുന്നവർക്ക് കർത്താവ് അവരോട് അനുകമ്പ തോന്നി വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകിയിരുന്നുവെന്ന് നമ്മൾ പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇതാ ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഇഷമായ ഇസ്രായേൽ പ്രോഗ്രാമിലൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് കാരിസ് ഭവൻ ടീം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മുമ്പിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന വചനമാണ്. മാറ്റമുണ്ടാക്കണം, തീരുമാനങ്ങൾ എടുക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും. സക്കേവൂസിനെ പോലെ യേശു പറഞ്ഞതനുസരിച്ച് തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും. നമ്മൾ കേട്ട വചനം ഇപ്രകാരമാണ്: ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശരിയാണ്. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഒരു കൊച്ചു കുഞ്ഞിന് സ്വാർത്ഥതയില്ല. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുവിൻ, എന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. പ്രിയപ്പെട്ടവരെ, വളരും തോറും നമ്മൾ ഈ സ്വർഗരാജ്യത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. കാരണം ധനമോഹം അത് ഏത് വിധത്തിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. യൂദാസിൻ്റെ ജീവിതത്തിൽ അവസാനം സംഭവിച്ചത് ഇതാണ്, ധനമോഹം. അവൻ നന്നായിട്ട് വളർന്നു വന്നവനാ, നല്ല ഉദ്ദേശത്തോടെ ഈശോയുടെ കൂടെ കൂടിയതാ. പക്ഷേ 3 വർഷം കൊണ്ട് അവൻ്റെ ഉള്ളിലേക്ക് ധനമോഹം കടന്നു വന്നു. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ ധനവാനായ ചെറുപ്പക്കാരനെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ധനമോഹം, അവൻ ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം സങ്കടത്തോടെ തിരിച്ചു പോകാൻ കാരണം ധനമോഹമാണ്. കർത്താവ് പറയുന്നു, ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാനം. അപ്പോൾ ധനമോഹം തിന്മയിലേക്ക് നയിക്കും. ധനമോഹം, പ്രിയപ്പെട്ടവരെ, ആ ധനം കിട്ടാൻ വേണ്ടിയുള്ള ഏത് വിധത്തിലുള്ള പരിശ്രമത്തിലേക്ക് നയിക്കും. ആ ധനം സമ്പത്താണോ നിർബന്ധമില്ല, പണം മാത്രമാണോ നിർബന്ധമില്ല. സ്ഥലമാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും ഇഷ്ടപ്പെട്ട വ്യക്തിയെ സ്വന്തമാക്കുന്നതാണെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള മോഹങ്ങൾ, ഈ ധനമോഹങ്ങൾ, ഈ ലോകത്തിൻ്റെ ധനം, ആ ധനത്തിന് വേണ്ടിയുള്ള മോഹം തിന്മയിലേക്ക് നയിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ അടിമത്തത്തിൻ്റെ നുകം തകർക്കാനുള്ള സമയം കർത്താവ് പറയുന്നു. എല്ലാ നുകങ്ങളെയും തകർക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. ഈശോ പറഞ്ഞിരിക്കുന്നത്, ഞാൻ തീയിടാൻ വേണ്ടി വന്നത്. ഇതാണ് തീയ്. ചിലതൊക്കെ കത്തിച്ചാമ്പലാകണം. ജീവിതത്തിൽ ചില സാഹചര്യങ്ങളൊക്കെ കത്തിച്ചാമ്പലാകണം. ചില പാപങ്ങളൊക്കെ കത്തിച്ചാമ്പലാകണം. കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കുക. നീ ആയിരിക്കുന്ന മേഖല കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിനക്ക് ആവശ്യമായതൊക്കെ ദൈവം തരും. നിന്റെ ജോലി, നിനക്കിന്ന് തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവ് തരും. ഒരു വിഷമവും. പക്ഷേ നിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകൾ അത് ഏറ്റുപറയുക. കർത്താവ് പറയുന്നു, ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും വ്യതകളാൽ സ്വയം മുറിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് പറയുന്നത്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലും മറന്ന് അവർ മറ്റു കാര്യങ്ങളിലേക്ക് പോയി. ദൈവത്തെ മറന്ന് വിശ്വാസം ഉപേക്ഷിച്ചു. കാരണം ഞങ്ങൾ ആഗ്രഹിച്ചത് പോലെ ഒന്നും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ തങ്ങളെ തന്നെ മുറിപ്പെടുത്തി അവസാനം നാശത്തിലേക്ക് പോകുന്നു.
കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ധനമോഹം വലിയ തെറ്റാണ്. ധനം തെറ്റല്ല, ദൈവം തന്നിരിക്കുന്ന ദാനമാണ്. സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷേ അത് മനസ്സിലാക്കി ജീവിക്കണം. സമ്പത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന മക്കൾ ഇപ്പോൾ അനുദപിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാ സാമ്പത്തിക മേഖലയിലെ പ്രത്യേകിച്ച് ധനത്തിൻ്റെ മേഖലയിലെ എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പണത്തിന് നമ്മളെ നശിപ്പിക്കാൻ സാധിക്കും, ധനത്തിന് നമ്മളെ നശിപ്പിക്കാൻ സാധിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ അഭിഷേകം വ്യാപരിക്കട്ടെ. സാമ്പത്തിക മേഖലയിലെ ബന്ധന കെട്ടുകൾ അഴിയട്ടെ. കർത്താവേ, ഈ മക്കൾ ഇവരുടെ ധനാസക്തി മൂലം, ഈ ലോകത്തോടുള്ള ധനത്തോടുള്ള ആസക്തി മൂലം ഏതെങ്കിലും ബന്ധനങ്ങൾ ഇവരുടെ മുകളിൽ പിശാച് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ അഴിയട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അനേകം മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹൃദയം തുറന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. സക്കേവുസിനെ പോലെ വിട്ടുകൊടുക്കുക. സക്കേവുസിനെ പോലെ ഉപേക്ഷിക്കാൻ തയ്യാറാകുക. നീ തെറ്റായി സമ്പാദിച്ചെടുത്തതൊക്കെ കർത്താവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് സമർപ്പിക്കുക. ഇതാ ഈശോയെ സമർപ്പിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെടാനുള്ള മക്കളെ കർത്താവ് കാണുന്നുണ്ട്. രമ്യതപ്പെടാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. സഹോദരനുമായിട്ട് അതിർത്തി തർക്കത്തിൽ വലിയ ബുദ്ധിമുട്ട് കടന്നു പോകുന്ന മക്കളെ കർത്താവ് കാണുന്നുണ്ട്. നിങ്ങൾ അനുരഞ്ജനപ്പെട്. സഹോദരൻ അതാണ് വലുത്. നിന്റെ സഹോദരനാണ് നിനക്ക് വലുത്, നിന്റെ സമ്പത്തല്ല വലുത് എന്ന് മനസ്സിലാക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞിട്ട് സാമ്പത്തിക മേഖലയിൽ പ്രശ്നം ആരോപിച്ച് മരുമക്കളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് അസമാധാനം പുകയുന്നുണ്ട്. തീരുമാനമെടുത്ത് മാറ്റം വരുത്തിക്കോ. കർത്താവ് അനുഗ്രഹിക്കും. സമ്പത്തെ ചൊല്ലി, പണത്തെ ചൊല്ലി പരസ്പരം തർക്കമുണ്ടായിട്ട് മകൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഇന്ന് കുടുംബത്തിൽ വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന മക്കളെ കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ജോലി പ്രതീക്ഷിച്ച് 2 ജോലി 2 സ്ഥലത്ത് നിന്ന് രാജിവെച്ച് എന്നിട്ടിപ്പോൾ വെറുതെ നിൽക്കുന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകുവാനുള്ള അധികാരത്തോടെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിൽ ധനത്തോടുള്ള ആസക്തി മൂലം കടന്നു വന്നിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇരു കരങ്ങളും യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ഈശോയുടെ ശക്തിയുള്ള കരം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വരുന്ന സമയം. ഈശോയെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ വരണേ.